ഹായ് എവ്രി വൺ, ഐ ആം സൂസൻ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് സ്വാദിഷ്ടമായതും ധാരാളം പ്രോട്ടീൻ അടങ്ങിയതുമായ ബ്ലാക്ക് ചന മസാല കടലക്കറി റെസിപ്പിയാണ്. കടലക്കറി രുചികരമായി തിക്ക് ഗ്രേവിയോടെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് സൈഡ് ഡിഷായി എല്ലാ വിഭവങ്ങളുടെ കൂടെയും സെർവ് ചെയ്യാവുന്നതാണ്. 1 കപ്പ് കടല ബ്ലാക്ക് ചന 8 മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വെക്കാം. രാത്രിയിൽ വെള്ളത്തിലിട്ടാൽ രാവിലെ ബോയിൽ ചെയ്യാം. നന്നായി കുതിർന്ന കടലയാണിത്. നന്നായിട്ട് കുതിർന്നാൽ നല്ലതായിട്ട് വെന്ത് കിട്ടും. കടല നന്നായി കഴുകി പ്രഷർ കുക്കറിലാക്കി 3-3.5 കപ്പ് വെള്ളം ഒഴിക്കാം. കടലയ്ക്ക് നല്ല വേവുള്ളതാണ്. ഇതിലേക്ക് ഇനിയും 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കണം. ഇതിലേക്ക് ഗരം മസാല ഹോൾ സ്പൈസസും ചേർക്കാം. വഴണയില, കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട, വലിയ ഏലക്ക, സ്റ്റാർ ഇതെല്ലാം ഇടാം. കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ 3 വിസിലും പിന്നീട് തീ കുറച്ച് 15 മിനിറ്റ് വരെയും വേവിക്കാം. കടല വേവുമ്പോഴത്തേക്ക് നമുക്ക് മസാലയുടെ പ്രിപ്പറേഷൻ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ 1 ഇഞ്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 2 വലിയ സവാള, 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം റഫായിട്ട് ചോപ്പ് ചെയ്യാം. റഫായി കട്ട് ചെയ്താൽ മതി കേട്ടോ. അത് നമുക്ക് ചതച്ചെടുക്കാനുള്ളതാണ്. ചതയ്ക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായി വരുന്നത്. ഇടികല്ലിലിട്ട് ചതച്ചെടുക്കാം ഇതുപോലെ. അടുത്തതായി 2 സവാളയും 2 ടൊമാറ്റോയും ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നന്നായി അരഞ്ഞിട്ടുണ്ട്. 1 സവാള ചെറുതായി ചോപ്പ് ചെയ്തെടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും വേണം. ഗരം മസാല കൂട്ടിനായി പെരുംജീരകം, കുരുമുളകും ജീരകവും ഇതെല്ലാം പൊടിച്ചെടുക്കണം. ഇടികളിലിട്ട് പൊടിച്ചാൽ മതി. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. അതിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റാം. വെളുത്തുള്ളി വഴന്നു വരുമ്പോഴുള്ള ആ മണം എത്ര നല്ലതല്ലേ. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാള ചേർത്ത് വഴറ്റാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. സവാള കളറ് മാറി ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ വഴറ്റണം. സവാള കളറ് മാറി ചെറിയ ബ്രൗൺ നിറമായിട്ട് വരും. വഴന്നു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ നന്നായി കുറച്ച് ഇതിലേക്ക് ഡ്രൈ മസാല ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കടലയിലും ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കണം. 1-2 മിനിറ്റ് നന്നായി ഇളക്കി ചൂടാക്കാം. അതിൻ്റെ പച്ചമണം മാറി വരും. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച മസാല കൂട്ടും ചേർത്തിളക്കാം. മസാല പൊടികളെല്ലാം നന്നായി വറുത്ത് വരുമ്പോൾ അതിലേക്ക് അരപ്പൊഴിക്കണം. ടൊമാറ്റോ ഒണിയൻ പേസ്റ്റ് മിക്സിയിൽ അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റിയെടുക്കണം. അടിക്ക് പിടിക്കാതെ നന്നായി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നന്നായി വഴറ്റുക. മസാല റെഡിയാകുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞു വരും. ഏകദേശം 3-4 മിനിറ്റോളം നന്നായി ഇളക്കി വഴറ്റുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം. അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം. നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം. മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. കടല തുറന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. മസാല പേസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. ഇതിലേക്ക് വേവിച്ചെടുത്ത കടലയും ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ കടല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കടല ഇട്ട് ഇളക്കി കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കാം. 1 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നു. ഇളക്കി യോജിപ്പിക്കാം. ലോ ഫ്ലെയിമിലാക്കി കടലക്കറി ചൂടാക്കുക. എല്ലാം ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. നാല് ടേബിൾ സ്പൂൺ കടല മാറ്റിയെടുത്തത് ഒരു മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ചേർത്ത് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നു. അതും ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി വീണ്ടും തിളപ്പിക്കുക. ഇങ്ങനെ ചേർക്കുന്നത് ഗ്രേവിക്ക് നല്ല കൊഴുപ്പ് കൂട്ടും, നല്ല കളറും വരും.
നമ്മുടെ ബ്ലാക്ക് ചന മസാല കടലക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്താ കളറാണെന്നോ. നല്ല തിക്ക് ഗ്രേവിയോടുകൂടെയുള്ള ബ്ലാക്ക് ചന മസാല നല്ല മണം അടിക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇതിലേക്ക് കുറച്ച് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഒരു ചെറിയ തവ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള ഇട്ട് വഴറ്റുക. നന്നായി മൂപ്പിച്ചെടുക്കുക. കറിവേപ്പിലയും ചേർത്തിളക്കുക. സവാള മൂത്തിട്ടുണ്ട്. അത് കറിയിലേക്ക് ചേർത്ത് അടച്ചു വെക്കാം. താളിച്ചൊഴിച്ച ശേഷം ഉടനെ അടച്ചു വെക്കുന്നത് അതിൻ്റെ മണമൊക്കെ ഗ്രേവിയിലേക്ക് നന്നായി ഇറങ്ങുന്നതിന് സഹായിക്കും. കടലക്കറി സെർവ് ചെയ്യാം. ഇത് സൈഡ് ഡിഷായി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാവുന്നതാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ് താഴെ എഴുതി അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്തും. തീർച്ചയായും കാണണം. താങ്ക് യു.